ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ടർക്കി ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ടർക്കി പോയിട്ട് വരാമെന്ന് പറയാൻ വേണ്ടിയിട്ടോ വന്നേ. ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു ടർക്കി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു നവംബർ 29-ന്. അപ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു ഹൈഷാസ് വ്ളോഗ് സ്പോട്ട്. സോ ഹായ്. അപ്പോൾ നമ്മുടെ ടർക്കി ട്രിപ്പ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, എന്തൊക്കെ ബുക്കിങ്സാണ് ചെയ്തത്, പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി കംപ്ലീറ്റ് ഐറ്റിനറി ആയിട്ട് നമ്മൾ ഈച്ച് ഡേ നമ്മൾ എന്താ ചെയ്തത്, ടോട്ടൽ ബഡ്ജറ്റ് എത്ര ആയതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗ്സ് ചെയ്യണമെന്നുണ്ട് എനിക്ക്, ടർക്കി വ്ളോഗ്സ് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ടതിന് ശേഷം ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാനുണ്ട്, ഇങ്ങനെ എത്രയും ടോട്ടൽ ബഡ്ജറ്റ് വന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ടർക്കി ട്രിപ്പിലേക്ക് വന്നു വെച്ചാൽ അത് പെട്ടെന്നുണ്ടായൊരു ട്രിപ്പായിരുന്നു. മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ. പെട്ടെന്ന് ഞാൻ ക്ലിനിക്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ജസ്റ്റ് സ്കൈ സ്കാനറിൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ നവംബർ എൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ചീപ്പായിട്ട് ടിക്കറ്റ് കണ്ടു. അപ്പോൾ ഞാൻ വാരിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാരിക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് വാരിയാണ് എൻ്റെ ഫ്രണ്ട്, ഞാൻ അവളും കൂടിയിട്ടാണ് പോയത്. വാരി നല്ല എന്താ പറയുക ചീപ്പായിട്ട് ടിക്കറ്റ് കാണുന്നുണ്ട് ടർക്കിക്ക്, നമുക്കൊരു ടർക്കി ട്രിപ്പ് പ്ലാൻ ചെയ്താലോ എന്ന്. ആളെങ്ങനെയാണെന്ന് വെച്ചാൽ പറയേണ്ട താമസമുള്ളൂ, റെഡിയാണ് പോരാൻ. അപ്പോഴേക്കും ഓക്കെ നമുക്ക് പോവാം. ആളപ്പോഴേക്ക് അവിടെ അവൾ NHSലെ വർക്ക് ചെയ്യുന്നത്, അപ്പോഴേക്ക് ഹോളിഡേ ഇടലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം അപ്പോഴേക്ക് ആൾ ഹോളിഡേക്ക് ഇട്ട് ആൾ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനപ്പോഴും അങ്ങടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആളിന് അന്ന് വൈകുന്നേരം മെസ്സേജ് അയക്കണം 8 ഡേയ്സെങ്കിലും നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ 8 ഡേയ്സോ? നോ, ഞാനിനി ഇങ്ങനെ 8 ഡേയ്സ് ചോദിക്കുക. ഞാൻ ആക്ച്വലി എൻ്റെ ഹോളിഡേ കഴിഞ്ഞ് ഒക്ടോബർ 15-നാണ് റീജോയിൻ ചെയ്തിട്ട് ക്ലിനിക്കിൽ. അവർ ഇപ്പോഴത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ മാനേജ്മെൻറ്റ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ എൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ്, ഭയങ്കര കുറച്ച് ഫ്രീ ആയിട്ട് വിടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അബൌട്ട് 36 ഡേയ്സാണ് ഞാൻ ഹോളിഡേ എടുത്തത്. അത്രയും ഇവിടെ UK വർക്ക് ചെയ്യുന്നവർക്കറിയാം, അങ്ങനെ 36 ഡേയ്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ക്ലിനിക്കലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അടുപ്പിച്ച് 36 ഡേയ്സൊക്കെ ഹോളിഡേ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട്. പക്ഷേ ഇവർ എനിക്ക് ഒരു മടിയും കൂടാതെ തന്ന ആൾക്കാരാണ്. വീണ്ടും ഞാൻ പോയിട്ട് ഇങ്ങനെ 8 ഡേയ്സൊക്കെ ചോദിക്കുക. പിന്നെ പോരാത്തതിന് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ 8 ഡേയ്സ് എന്നൊക്കെ കേട്ടാൽ എന്നാൽ 2 ദിവസം കൂടി കിട്ടി 10 ഡേയ്സ് ആയാലും നാട്ടിൽ പോയി വരാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുക. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ തന്നെ അവൾ പറഞ്ഞു ബാക്ക് ഔട്ട് അടിക്കരുത്, ഇത് നമുക്ക് എന്തായാലും പോകണമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം തന്നെ വാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് കേട്ടോ. കാരണം 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ വീണ്ടും ടിക്കറ്റിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ടിക്കറ്റിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുക, എന്താ പറയുക ഈ വിസക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനപ്പോഴും ഇങ്ങനെ ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആൾ ടിക്കറ്റ് എടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. ഞാൻ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചതു. അവൾ ഈ വിസക്ക് അപ്ലൈ ചെയ്തു. അപ്പോഴും ഞാനിങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ. അപ്പോൾ ഇത് ക്ലിനിക്കിൽ നിന്ന് ലീവ് കിട്ടുന്ന ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളവരെ യൂട്ടിലൈസ് ചെയ്യണ പോലെ, ഞാൻ പറഞ്ഞല്ലോ യൂട്ടിലൈസ് ചെയ്യണ പോലെ ആവരുതല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൊളീഗ്സിനോടൊക്കെ എന്നെ പറഞ്ഞു കേട്ടോ, എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് പോകണത്. അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. പൊക്കോ, ട്രാവൽ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്, ലൈക്ക് കുറേ റിലാക്സ്ഡ് ആവും. അവർക്ക് എന്നെക്കുറിച്ച് ഭയങ്കര കൺസേൺ ആണ് എപ്പോഴും. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല നേരെ എന്നൊക്കെ. ആക്ച്വലി ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഞാൻ വിയർത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവർ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഞാനിങ്ങനെ തനിച്ചാണ് താമസിക്കണേ, അപ്പോൾ ഒറ്റ കുക്കിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ അവരെനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു തരും കേട്ടോ ഉച്ചയ്ക്ക്. അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്തൊക്കെ പറയണേ, നമ്മളിപ്പോൾ ടർക്കി ട്രിപ്പിലല്ലേ. ഓക്കെ, ഇ വിസ ആപ്ലിക്കേഷൻ നമ്മൾ നേരെ പോകുന്നു, ഇ വിസക്ക് അപ്ലൈ ചെയ്യുന്നു. ലൈക്ക് ടർക്കിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഇ വിസക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്തതെന്ന്. അതിലേക്ക് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, BRP കൊടുക്കുക. BRP ഡീറ്റെയിൽസ് അവർ ചോദിക്കും, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമ്മുടെ BRPക്ക് UK BRPക്ക് 6 months വാലിഡിറ്റി വേണം. ഞാൻ UK നിന്ന് എങ്ങനെയാണ് ട്രാവൽ ചെയ്യാമെന്നാണ് കേട്ടോ പറയുന്നത്. നാട്ടിൽ നിന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്യണമെന്ന്. അവിടെ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ട്രിപ്പും ലൈക്ക് നമ്മുടെ ട്രിപ്പ്, ഈ ഹോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളൊരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ആക്ച്വലി നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തത്. നേരെ കയറുക, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ ഒന്നുമില്ല, പേയ്മെൻറ്റ് ചെയ്ത ഉടനെ നമുക്കൊരു മെയിൽ വരും, നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേ തന്നെ നമ്മുടെ മെയിൽ വരും, ലൈക്ക് വിസ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട്.
അത് കഴിഞ്ഞ് 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇ വിസ PDF ആയിട്ട് നമ്മുടെ മെയിലിലേക്ക് വരും. ലൈക്ക് എനിക്ക് ആയത് 42 പൗണ്ട്സ് ആണ് വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വാരി എന്നേക്കാളും കുറച്ച് മുമ്പ് വിസ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ടിക്കറ്റൊക്കെ എടുത്ത് 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിസ ആപ്ലിക്കേഷന് കൊടുത്തത്. അപ്പോൾ അവൾക്ക് ആക്ച്വലി 34 ടു എൻ്റെ ഓർമ്മ ശരി 36 പൗണ്ട്സ് അറൗണ്ട് 36 പൗണ്ട്സ് ആണ് ആയത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് വരുന്നതെന്ന് എനിക്കറിയില്ല. യൂറോയിലാണ് അവർ കാണിക്കാം നമുക്ക്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് പൗണ്ട്സിന് നമ്മുടെ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ലൈക്ക് എനിക്ക് 42 പൗണ്ട്സാണ് ആയത്, അവൾക്ക് എത്ര ആയത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെക്കുക, കുറച്ച് മുൻപ് പ്ലാൻ ചെയ്യുക. ലൈക്ക് എബൌട്ട് 1 മന്ത് മുമ്പെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചീപ്പായിട്ട് എല്ലാം കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ അങ്ങനെയാണ്. ലൈക്ക് ഞങ്ങളൊരു 1 മന്ത് മുമ്പ് പ്ലാൻ ചെയ്തിട്ട് മീൻസ് ഈ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളിത് ലൈക്ക് ബുക്ക് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായി. 2 വീക്സൊക്കെ ലേറ്റായി. ഞങ്ങൾ ഈ പ്ലാൻ ചെയ്ത അവിടുന്ന്. അപ്പോഴേ ഭയങ്കര വേരിയേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ചാർജസിലൊക്കെ. സ്റ്റേ ആണെങ്കിലും ഇതൊക്കെ നന്നായിട്ട് ചീപ്പായിട്ട് ഞങ്ങൾ കണ്ടിരുന്നതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പറയുക ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബെറ്റർ എപ്പോഴാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഒരു 1 മന്ത് മുമ്പ് പ്ലാൻ ചെയ്യുക. അപ്പോഴേ ടിക്കറ്റ് എടുത്ത് വെക്കുക. ടിക്കറ്റ്, വിസ, പിന്നെ അതുപോലെ ഹോട്ടൽ ബുക്കിങ്സ്, പിന്നെ അവിടെയുള്ള ഹോട്ട് എയർ ബലൂൺ അതിൻ്റെ ബുക്കിങ്സിലേക്ക് ഞാൻ വരാം. അപ്പോൾ സ്റ്റേ ഒക്കെ മുമ്പേ എടുത്ത് വെക്കണത് അടിപൊളിയാവും. നന്നായിട്ട് ചീപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ഒക്കെ കിട്ടും. അങ്ങനെ അത് ചെയ്തു. ഞങ്ങൾക്ക് എബൌട്ട് 152 പൗണ്ട്സാണ് 2 പേർക്കും കൂടി അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റിനായത്. ഇസ്താംബുൾ എയർപോർട്ടിലേക്കായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ആയത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ലൈക്ക് 152 പൗണ്ട്സ് ഇൻക്ലൂഡിങ് ഞങ്ങളൊരു ബാഗേജ് ആഡ് ചെയ്തിട്ടാണ് അത്ര ആയത്. ഒരു 10 kg ബാഗേജ് ഞങ്ങൾ ആഡ് ചെയ്തു. പക്ഷെ അതിനേക്കാൾ നല്ലത് പിന്നീടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ആ ബാഗേജ് അങ്ങടേക്ക് മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഫ്ലൈറ്റിന് ആ ബാഗേജ് ഇൻക്ലൂഡഡ് അല്ല. അതിനാണെങ്കിൽ നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളത് എടുക്കണം. അപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നോക്കുമ്പോഴാണ് പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ബഡ്ജറ്റ് എയർവൈസ് ആയ വിസ് എയർ, ഈസി ജെറ്റ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവർ ബഡ്ജറ്റ് എയർവൈസ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് നന്നായിട്ട് ചീപ്പായിട്ട് ടിക്കറ്റ്സ് കിട്ടും. ബട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ഒരുപാട് നമ്മുടെ ടിക്കറ്റിന് ചിലവാക്കിയതിനേക്കാളും ഇരട്ടി കാശ് അപ്പുറത്ത് പോകും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നീടാണ് ഞങ്ങൾ കണ്ടത് 22 പൗണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ടിക്കറ്റിൻ്റെ കൂടെ 22 പൗണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രയോറിറ്റി ടിക്കറ്റിൽ വരും. അത് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 10 kg ബാഗ് അലൗഡ് ആണെന്നുള്ളത്. അപ്പോൾ ഭയങ്കര പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആക്ച്വലി ഈ 22 പൗണ്ട്സിനേക്കാൾ കൂടുതലായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങളിത് കണ്ട് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ടൈമിൽ ഇപ്പോൾ 36 പൗണ്ട്സ് എങ്ങാണ്ടായിരുന്നു ഒരു ബാഗേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാൾ നല്ലത് 22 പൗണ്ട്സ് കൊടുത്തിട്ട് ഈ പ്രയോറിറ്റി എടുക്കല്ലേ. പ്രയോറിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഈ പ്രയോറിറ്റി അപ്ലിക്കബിൾ ആണ്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഈ 10 kg കൊണ്ടുപോകാം. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കാശ് പോയി. അതാണ് നമ്പർ 1. ഇനിയിങ്ങനെ അതിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 2 പേര് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇത്രയും ഡേയ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാണ്ടാവും. പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാണ്ടെങ്കിൽ കുറച്ച് സ്പേസ് ബാഗിൽ കാണണം. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അത് വീണ്ടും പറയാം. ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ കറക്റ്റ് ലഗേജ് ആയിരുന്നു പോകുമ്പോൾ. അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആക്ച്വലി 1 kg കൂടുതൽ നമ്മൾ അത്യാവശ്യം പർച്ചേസ് ചെയ്തില്ല. എന്നിട്ട് ഞങ്ങളുടെ കുറേ ജീൻസൊക്കെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. എന്നിട്ട് വരെ ഞങ്ങളുടെ ബാഗേജ് വെയിറ്റ് ഓവർ ചെയ്യുന്നു. ഓഫ് കോഴ്സ് നമ്മൾ പോകുമ്പോഴേ അങ്ങനെ ആയിട്ട് പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട്, എന്നാലും ഞങ്ങൾ വൻ പർച്ചേസ് ഒന്നും അവിടെ നടത്തിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കാട് കയറി പോകും. എനിക്കറിയാം ബോറടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം, ജമ്പ് ചെയ്യാം. ഇനി അടുത്ത ഞങ്ങൾ ചെയ്തത് ഹോട്ടൽ ബുക്കിങ്സ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ഇസ്താംബുളിലെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തു. booking.com വഴിയാണ് ചെയ്തത്. നമ്മൾ അങ്ങനെ പുറത്തൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേസും നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് അത് ഞാൻ ഇനി പറയണ്ടില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് സ്റ്റക്കായിട്ടോ, സ്റ്റോറേജ് ഫുള്ളായിട്ട്. നമ്മുടെ ടർക്കി വ്ളോഗ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് സോർട്ട് ഔട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ലൈക്ക് അപ്പോൾ നമ്മളെല്ലാം പ്രിൻ്റ് ചെയ്ത് കയ്യിൽ വെക്കണം. പ്രിൻ്റ് ഔട്ട് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ്
നമ്മുടെ ഹോട്ടൽ ബുക്കിങ്സ്, ഇ വിസ, ടർക്കിഷ് ഇ വിസ, പിന്നെ അതുപോലെ ട്രാവൽ ഇൻഷുറൻസ്, ഇത്രയും നിങ്ങൾ എന്തായാലും പ്രിൻ്റ് ചെയ്ത് കയ്യിൽ വെക്കണം. ആക്ച്വലി നമുക്ക് 24 ഹവേഴ്സ് നമ്മുടെ ഈ ബഡ്ജറ്റ് എയർവേസിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 ഹവേഴ്സിൽ മുമ്പേ അവർ ചെക്ക് ഇൻ ഓപ്പൺ ചെയ്യും. ഓൺലൈൻ ചെക്ക് ഇൻ കമ്പൽസറി ആയിട്ട് നിങ്ങളത് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ ടൈമിലാണ് അവർ പറയുക 65 പൗണ്ട്സ് ഫൈൻ അടയ്ക്കണമെന്ന്. ഓൺലൈൻ ചെക്ക് ഇൻ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർ 65 പൗണ്ട്സ് നമ്മളെ പെനൽറ്റി ചെയ്യും. സോ അതുകൊണ്ട് 1 അവർ നമ്മൾ ബോർഡ് ചെയ്യുന്നതിന് 1 അവർ ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ 1 അവർ മുമ്പ് വരെ നമുക്ക് അവരുടെ ചെക്ക് ഇൻ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ 1 അവർ മുമ്പ് വരെ നമുക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാം. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അത് ലേറ്റ് ആക്കരുത്, ഇങ്ങനെ മാറ്റി വെക്കരുത്. ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നോക്കി. ഞങ്ങൾ ചെക്ക് ഇൻ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ഇത് വന്നു, ലൈക്ക് ദിസ് ഈസ് നോട്ട് യുവർ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വന്നു. പക്ഷെ എന്നാലും ഞങ്ങളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് വന്ന് പറഞ്ഞിട്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. അത് കമ്പൽസറിയാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെ ബഡ്ജറ്റ് എയർവേസിൽ ട്രാവൽ ചെയ്യുമ്പോൾ. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങളടുത്ത് ഇറങ്ങുമ്പോൾ ചോദിച്ചു എന്ന് വരില്ല. ഓൺലി ഞങ്ങളടുത്ത് ഇ വിസ മാത്രമേ പ്രിൻ്റ് ഔട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ടർക്കിഷ് ഇ വിസ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ കയ്യിൽ വെക്കുക. നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. അവരുടെ കറൻസി, അവരുടെ ലാംഗ്വേജ് എല്ലാം നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കാതിരിക്കുക. ഇതൊക്കെ പിന്നെ ട്രാവൽ ഇൻഷുറൻസ് നിങ്ങളടുത്ത് ചോദിച്ചു എന്ന് തന്നെ വരില്ല. ഞങ്ങളടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ അതെടുത്ത് വെക്കുക. ഭയങ്കര ചീപ്പാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു 12 പൗണ്ട്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് 6 പൗണ്ട്സ് ഈച്ച്. അത് ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അതിനൊരു റിസ്ക് എടുക്കാതിരിക്കുക. അതെന്തായാലും എടുത്ത് വെക്കുക. പക്ഷെ ഞങ്ങളടുത്ത് ചോദിച്ചിട്ടില്ല. എന്നാലും അതെടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വേണ്ടത്. ഞങ്ങൾ ഇസ്തംബുളിലായിരുന്നു ഡയറക്റ്റ്ലി പോണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കപ്പഡോക്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അബദ്ധം നമ്പർ 2, ഞങ്ങൾ ഇസ്തംബുളിലേക്ക് എന്താ പറയുക ടിക്കറ്റ് എടുത്തപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾ ഒന്നിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഡയറക്റ്റ്ലി പോയി വേഗം ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഒന്നാമത് വിർ അണവയർ ലൈക്ക് ഇസ്തംബുളിൽ നിന്ന് കപ്പഡോക്യയിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. എബൌട്ട് 9 ഹവേഴ്സ് ഓൺ റോഡ് ട്രാവലുണ്ട് ബസ്സിൽ പോവുകയാണെങ്കിൽ ഇസ്തംബുളിൽ നിന്ന് കപ്പഡോക്യയിലേക്ക്. ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഞങ്ങൾ 5 ഡേയ്സിനാണ് പോണേ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് 9 ഹവേഴ്സ് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇസ്തംബുളിൽ നിന്ന് കപ്പഡോക്യയിലേക്ക് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കോ പാസഞ്ചർ ആൾ ഐൽ ഓഫ് മാനിലെ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു. ആൾ നല്ല അടിപൊളി ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ട്രാവലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആളും ഇതുപോലെ തന്നെ ഇസ്തംബുളിലേക്ക് വന്നിട്ട് അവിടുന്ന് കപ്പഡോക്യയിൽ പോയി. കപ്പഡോക്യയിൽ നിന്ന് തിരിച്ച് ഇസ്തംബുൾ എയർപോർട്ടിലേക്ക് വന്നിട്ട് തന്നെയാണ് തിരിച്ച് ട്രാവൽ ചെയ്തിരുന്നത്. പക്ഷേ അവരുടെ 8 ഡേയ്സ് ഐറ്റിനറി ആയിരുന്നു. സോ അതും ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് പിന്നെ പറ്റിയതായിരിക്കും. അത് ഞാൻ ചോദിച്ചില്ല. അതിൻ്റെ ഞങ്ങൾ വേറെ കുറേ എന്തെങ്കിലും ബിസി ആയിപ്പോയി ടോക്കിൽ. അപ്പോൾ ഞാൻ പറയും, സോ നിങ്ങളുടെ ട്രാവൽ പ്ലാൻ നിങ്ങളൊന്ന് കൃത്യം പ്ലാൻ ചെയ്യണം. ലൈക്ക് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച ഇസ്തംബുളും കപ്പഡോക്യയായിരുന്നു. ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഇസ്തംബുളിൽ നിന്ന് ഓൾറെഡി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കപ്പഡോക്യൻ്റെ ആ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രാവൽ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇസ്തംബുളിൽ നിന്ന് കപ്പഡോക്യയിലേക്ക് പോകുന്നത് സോ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിൽ നിന്നും നമ്മൾ ഇസ്തംബുളിലേക്ക് പോകുന്നത് IST എന്ന് പറയുന്ന ഒരു എയർപോർട്ട്, ഇസ്തംബുൾ എയർപോർട്ടിലേക്കുമാണ്. സോ ഈ സോ എയർപോർട്ടും IST എയർപോർട്ടും ഈ ടക്സിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 അവറാണ് 2 എയർപോർട്ടിലേക്കും. ലൈക്ക് പക്ഷെ അത് ഇങ്ങനെയാണ് കിടക്കുന്നത്. നിങ്ങളൊരു ട്രയാങ്കിൾ ഇങ്ങനെ വിചാരിച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ആ എയർപോർട്ട്സ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 എയർപോർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 2 ഹവേഴ്സാണ്. ഈ 2 എയർപോർട്ടിൽ നിന്നും നമ്മുടെ ടക്സിമിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1 അവറാണ്. സോ അതൊന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കുക. അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഇതുപോലെ ഒന്നും ഞങ്ങൾക്ക് എവിടെയും തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ എയർപോർട്ടിലേക്ക് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഇതൊന്നും. അപ്പോൾ ഇതൊന്നും മൈൻഡിൽ വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ജേർണി പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇസ്തംബുളിലേക്ക് പോകാൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിനായത് 152 പ്ലസ് 22 പൗണ്ട്സും, കപ്പഡോക്യയിലേക്ക് ഇസ്തംബുളിൽ നിന്ന് പോകാനായത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് 110 പൗണ്ട്സാണ്. സോ ഈ ഒരു ടോട്ടൽ എമൗണ്ടിന്
വേർത്താണ്. ലൈക്ക് നിങ്ങൾ ഇസ്താംബുളിൽ പോയിട്ട് ഇസ്താംബുളിൽ നിന്ന് കപ്പഡോക്കിയ പോയിട്ട് കപ്പഡോക്കിയിൽ നിന്ന് ഡയറക്റ്റ്ലി ലണ്ടനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ആ ടൈം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ ട്രാവൽ ടൈം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു +or- 20 പൗണ്ട്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു വേർത്താവും. ലൈക്ക് നിങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ ടൈമാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ. ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ December 3 എന്ന് പറയുന്ന ഒരു ഡേ ഞങ്ങൾ 5 ഡേയ്സിനാണ് പോയത്. അതിൽ December 3 ഫുൾ ട്രാവലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് വന്നു. കാരണം കപ്പഡോക്കിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് സോ എയർപോർട്ടിൽ വന്ന് സോ എയർപോർട്ടിൽ നിന്ന് ഇസ്താംബുൾ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ആ ഒരു ടൈമിൻ്റെ ആ ഒരു ടൈറ്റ്നെസ്. ലൈക്ക് അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ. ഇനി വരുന്നത് സ്റ്റേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇസ്താംബുളിൽ ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റി. അബദ്ധം നമ്പർ 3 പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചീപ്പസ്റ്റ് ഓപ്ഷൻ ഓഫ് സ്റ്റേ ആണ് ഓപ്റ്റ് ചെയ്തത്. ഞാൻ ആക്ച്വലി റിവ്യൂസൊക്കെ വായിച്ചിട്ട് തന്നെയാണ് അത് ബുക്ക് ചെയ്തത്. ചാടിക്കയറി ബുക്ക് ചെയ്യുന്നല്ല ചെയ്തേ. പക്ഷേ എന്തോ അബദ്ധം പറ്റി. നിങ്ങൾ അത്രയും ചീപ്പസ്റ്റ് ഓപ്ഷനിലേക്ക് പോകാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റേ ഒരു നല്ലൊരു സ്ഥലത്ത് വേണം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേ തന്നെ എടുക്കുക. എന്തോ അങ്ങനെ ഒരു അബദ്ധം പറ്റി മനുഷ്യന്മാരല്ലേ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഇത്രയും ചീപ്പായിട്ട് കണ്ടപ്പോൾ എന്തോ നമുക്ക് അങ്ങനെയാണല്ലോ അതെടുക്കാൻ തോന്നി എടുത്തു. 35 പൗണ്ട്സ് 2 ഡേയ്സിന് സ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. Booking.com വഴിയാണ് സ്റ്റേ ചെയ്തത്. നാക്രി 360 അങ്ങനെയാണ് ആ സ്റ്റേയുടെ പേര്. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട. അത് ഭയങ്കര എന്താ പറയുക, ഞാൻ അവരൊരു ഇതായിട്ട് പറയല്ല. പക്ഷെ അത് ഇസ്താംബുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീപ്പ് ഹിൽസ് ആൻഡ് സ്റ്റീപ്പ് അപ്സ് ആണ്. ഞാൻ ഇത്രയും ഇങ്ങനെ ഇതായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ടേ ഇല്ല. കാരണം അത്രയും സ്റ്റീപ്പാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ സ്റ്റീപ്പാണ്. സോ ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്ന് ടെക്സിമിലേക്ക് ഷട്ടിൽ ബസ് എടുത്തിട്ടാണ് വന്നത്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം 12 മിനിറ്റ്സേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേയിലേക്ക്. നമ്മൾ ജസ്റ്റ് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഈ സ്റ്റീപ്നെസ് തുടങ്ങി. ഞങ്ങളിങ്ങനെ ഇറങ്ങി അത് ബൂട്ട്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. തെന്നി വീഴാൻ പോണ രീതിയിൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് നടന്നിരുന്നത്. അങ്ങനെ ഇത് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കന്നെ. അത് പോയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. ശരിക്കും ആ ഇസ്താംബുളിൻ്റെ വേറൊരു മുഖം കണ്ടു ആ ഒരു ഏരിയയിൽ പോയപ്പോൾ. അത് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ശരിക്കും പേടിക്കുകയൊക്കെ ചെയ്ത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞോ നമുക്ക് തിരിച്ചു പോവാം, ഇത് നമുക്ക് ശരിയാവില്ല എന്ന്. ഞങ്ങൾ അപ്പോഴേ തിരിച്ച് കയറി. ഭയങ്കര കഷ്ടപ്പെട്ട് ഇറങ്ങി, ഭയങ്കര കഷ്ടപ്പെട്ട് കയറുകയും ചെയ്ത്. കയറി വന്ന് ഞങ്ങൾ എന്താ പറയുക ടൗണിലെത്തി. ടൗണിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത ലൈക്ക് ടെക്സിം സ്ക്വയറിൻ്റെ ഏരിയയിലേക്ക് തന്നെ വന്ന്. എന്നിട്ട് അവിടെ ഞങ്ങൾ 2-3 ഹോട്ടലിൽ കയറി ഇറങ്ങി. എന്നിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റേ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. മാഷാല്ലാ അല്ലാ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ½ ആൻ അവർ കൊണ്ട് ഞങ്ങൾക്കെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി. ഒന്ന് പേടിച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ ആ ഡിന്നർ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അതിന് പോകണം. പിന്നെ സ്റ്റേ ആയിട്ടില്ല. ഞങ്ങൾ 2 പെൺകുട്ടികൾ നൈറ്റ് ആവണം അങ്ങനെ ടെൻഷൻ. നമ്മൾ വേറൊരു കൺട്രിയിലല്ലേ, നമുക്ക് വേറെ ആരോടും ഹെൽപ്പ് ചെയ്യിക്കാനൊന്നും ഇല്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ അത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് അപ്പം തന്നെ വേറെ സ്റ്റേ കണ്ടുപിടിക്കാൻ പറ്റി. അതിൻ്റെ റൂം ടൂർ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് തോന്നുന്നു. കാണാനില്ല ഇപ്പോൾ വീഡിയോ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യായിരുന്നു. നല്ല അടിപൊളി റൂം കഴിഞ്ഞു. ട്വിൻ ബെഡൊക്കെ ഉള്ള, പിന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ആൻഡ് ക്ലിയർ, ബാട്ടബൊക്കെ ഉള്ള നല്ല അടിപൊളി റൂം കഴിഞ്ഞു. ഒരു ഇതുണ്ടായിരുന്നില്ല. അതിന് ഞങ്ങൾക്ക് സ്റ്റേക്കായത് ഏകദേശം അത് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ചീപ്പായിട്ട് തന്നെ കിട്ടി. ആ ടൈമിൽ 74 പൗണ്ട്സ് 74 to 78 പൗണ്ട്സ് എങ്ങാണ്ടാണ് ആയത് ആ സ്റ്റേക്ക് 2 ഡേയ്സിന്. അത് അടിപൊളിയായിരുന്നു. അത് ആ ഒരു റേറ്റിന് അതോ ആ ടൈമിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ സ്റ്റേസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. 250 പൗണ്ട്സ് 200 പൗണ്ട്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞങ്ങൾക്ക് അങ്ങനെ ആ സ്റ്റേ കിട്ടി. ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങൾ വേഗം റെഡിയായി ഡിന്നർ ക്രൂസിന് പോയി. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പഡോക്കിയയിലെ കേവ് ഹോട്ടലാണ്. കപ്പഡോക്കിയ പോകുമ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് കേവ് ഹോട്ടൽ സ്റ്റേ, 2 ഹോട്ട് എയർ ബലൂൺ.
അതിൽ കെ ഹോട്ടൽ സ്റ്റേ ഞങ്ങൾ കെ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 110 പൗണ്ട്സാണ് ആയത് 2 നൈറ്റ്സിന്. അതും നല്ല ചീപ്പായിട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ല റേറ്റുള്ള സ്റ്റേസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മളെ എയർപോർട്ട് ഷട്ടിൽ സർവീസും അവരുടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സ്ട്രാ 60 പൗണ്ട്സ് കൊടുത്ത് 2 പേർക്കും കൂടിയിട്ട് 60 പൗണ്ട്സ് ആയത്. ലൈക്ക് നമ്മൾ കേസരി എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലാണ് കപ്പഡോക്യയിൽ ഇറങ്ങിയത്. കപ്പഡോക്യയിൽ 2 എയർപോർട്ടുണ്ട് ഇതുപോലെ തന്നെ, കേസരിയും നവേഷറും. അപ്പോൾ അത് നോക്കുക ഏത് എയർപോർട്ടിലേക്കാണ് നിങ്ങൾക്ക് ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടുന്നത്, ആ എയർപോർട്ട് ചൂസ് ചെയ്യുക. ഞങ്ങൾക്ക് കേസരിയാണ് ഒന്നുകൂടി ചീപ്പായിട്ട് കിട്ടിയത് ആ ടൈമിൽ. അങ്ങനെ കേസരി സെലക്ട് ചെയ്ത് ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കന്നെ നമ്മളെ നെയിം ബോർഡും പിടിച്ചിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ആളുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നമ്മളെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും കറക്റ്റ്. പിന്നെ അതേപോലെ തന്നെ തിരിച്ചും തന്നെ കറക്റ്റ് ടൈമിന് വന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു. അടിപൊളി. അതിനൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷനും ഞങ്ങൾ ടെൻഷൻ അടിച്ചതും ഇതായതും ഈ ഇസ്തംബുളിലെ സ്റ്റേ ഒന്ന് ഇതായപ്പോഴാണ്. പിന്നെ ഞങ്ങൾ വേറെ ബുക്കിങ്സ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ ഡിന്നർ ക്രൂയിസ് ബുക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാരിൻ്റെ നിർബന്ധം കൊണ്ട് ബുക്ക് ചെയ്തതാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. അതെന്തായാലും ചെയ്യേണ്ടതാണ്. കാരണം അത് നൈറ്റ് ആകുമ്പോൾ 26 പൗണ്ട്സ്, അതായത് ഡിന്നർ ക്രൂയിസ് ആകുമ്പോൾ 26 പൗണ്ട്സും ഡേ ടൈമിലാകുമ്പോൾ 4 to 7 പൗണ്ട്സിന് നമുക്കത് കിട്ടും. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുമ്പോൾ എനിക്കൊരു മടി ഉണ്ടായിരുന്നു അത്രയും ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് എടുക്കണമെന്നൊക്കെ. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അവിടെ ചെല്ലുന്ന ആ ഒരു ദിവസം നിങ്ങൾക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് പോകാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് ഡിന്നർ ക്രൂയിസ്. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ദിവസം തന്നെ അതെടുക്കുക. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നമ്മളൊന്ന് റിലാക്സ് ആയി നമ്മളൊന്ന് സെറ്റാവും. പിന്നെ നമുക്ക് അടുത്ത ദിവസം നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിന്നർ ക്രൂയിസ് നല്ലൊരു ഇതായിരുന്നു. ലൈക്ക് ഡിന്നർ ഫുഡ് വലിയൊരു കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടേഴ്സും മെയിൻസും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 3.5 hours ബോസ്ഫറസിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഹോട്ട് എയർ ബലൂണാണ്. ഹോട്ട് എയർ ബലൂൺ ഇതുപോലെ ഞങ്ങൾക്കായത് പെർ ഹെഡ് 78 പൗണ്ട്സാണ്. 76 to 78 പൗണ്ട്സ്. കൃത്യം എനിക്ക് ഓർമ്മയില്ല. 76 to 78 പൗണ്ട്സ് അതിൻ്റെ അറൗണ്ടാണ് ആയത്. ലൈക്ക് അതും തന്നെ ചില സമയത്ത് ഈ 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഡിന്നർ ക്രൂയിസ് ഞാൻ ആ റേറ്റ് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹോട്ട് എയർ ബലൂണിന് 110 to 150 പൗണ്ട്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അവസാനം എന്നാൽ അത് ചെയ്യും വേണം. പക്ഷെ ഞങ്ങൾ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തത്. പക്ഷെ ആ ടൈമിൽ ഈ 76 പൗണ്ട്സ് ആയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര അതും ചീപ്പായിട്ടാണ് നമുക്ക് കിട്ടിയത്. ആക്ച്വലി 110 to 180 പൗണ്ട്സ് വരെയാണ് ഹോട്ട് എയർ ബലൂണിന് ആവുന്ന ഒരു ആവറേജ് റേറ്റ്. പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഞങ്ങൾ കപ്പഡോക്യയിൽ പോയ അന്ന് ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ടൈമിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് 40 യൂറോസിന് 40 യൂറോസ് എന്ന് പറയുമ്പോൾ 36 to 38 പൗണ്ട്സേ ആവുള്ളൂ. അതിന് ഹോട്ട് എയർ ബലൂൺ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ബലൂണ് മീൻസ് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻസ് അല്ലാത്ത ആൾക്കാരെ കവർ ചെയ്യണമെന്നുണ്ട് ഇതിൽ. അപ്പോൾ അതിലെന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ടാവും അങ്ങനെയിട്ട്. എനിക്കറിയില്ല അതുള്ളതാണോ എന്താണ് കാര്യം എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കണ്ടു അവിടെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് എടുക്കുക. ലാസ്റ്റായിട്ട് ഏതെങ്കിലും ടിക്കറ്റ് ഇതാവുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചീപ്പായിട്ട് കൊടുക്കും. പക്ഷേ നമുക്കൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ലിമിറ്റഡ് ടൈമാണ്. അതും ഞങ്ങൾ ലക്കിയസ്റ്റ് ആണ്. ഞങ്ങൾ തന്നെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്ത് എല്ലാപ്പോഴും നമ്മൾ അൺലക്കിയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ നമ്മൾ വിചാരിക്കില്ലേ. പക്ഷേ അങ്ങനെയല്ല. ഗോഡ് ഈസ് വെരി ഗ്രേറ്റ്. ഞങ്ങളന്ന് ലക്കിയസ്റ്റ് ആണ് പ്രൂവ് ചെയ്തൊരു ഡേ ആയിരുന്നു അത്. ലൈക്ക് ഹോട്ട് എയർ ബലൂൺ 10 days ആയിട്ട് ക്യാൻസൽഡ് ആയിരുന്നു. അന്നാണ് അത് പിന്നെ അത് ഓപ്പൺ ചെയ്യണേ. ഞങ്ങൾക്കാണെങ്കിൽ ആകെ 1 day ഉള്ളൂ കപ്പഡോക്യയിൽ. ആ 1 day ഞങ്ങൾക്ക് ഹോട്ട് എയർ ബലൂൺ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഇത്രയും ഇതായിട്ട് കപ്പഡോക്യ പോകണത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇല്ലാത്തൊരു ഇതല്ലേ കിട്ടാതെ പോരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നല്ലൊരു ക്ലൈമറ്റും എല്ലാം ആപ്റ്റായിരുന്നു. സ്നോ ഉള്ള ടൈമിൽ. അപ്പോൾ സ്നോ വീണ് കിടക്കുമ്പോഴാണ് കപ്പഡോക്യ ഈസ് ലൈക്ക് ഇൻസെയിൻ. നോട്ട് കപ്പഡോക്യ, ഇത് ബലൂൺ ഫ്ലൈറ്റ് എസ്പെഷ്യലി. ലൈക്ക് നമ്മൾ ബലൂണിൽ ഫ്ലൈ ചെയ്യുമ്പോൾ താഴെ ആ സ്നോയും ആ ഒരു ടെറൈൻ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. അത് വേർത്ത് ദ മണിയാണ്. എനിക്ക് ഫസ്റ്റ് ഒരു ബാക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും കപ്പഡോക്യ പോകുമ്പോൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ പോണേ. ലോഡ് ചെയ്താണ്. ബട്ട്
അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു അത് ചെയ്യണം എന്നുള്ളത്. അത് ക്യാൻസലാകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ആദ്യം നോക്കുമ്പോൾ നല്ല റേറ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ആ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഒറ്റയടിക്ക് പറയാം അത് എന്തായാലും ചെയ്യണം. വേർത്ത് ദ മണിയാണ്. ആ ഫ്ലൈറ്റിൽ ഞങ്ങളിങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ഇത് ആ ഒരു എന്താ പറയുക, ആ ഒരു സൈറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവരിനോട്, ഇത് 180 അല്ല, 200 അല്ല, 210 അല്ല, എത്ര പറഞ്ഞാലും നമ്മൾ ചെയ്യണം. കാരണം അതത്രയും ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണുന്നില്ല. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയില്ലേ. അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ചെയ്യണം. വേർത്ത് ദ മണിയാണ്. വൺസ് ചെയ്യാനൊരു ഒരു സാഹചര്യമുള്ളവർ എല്ലാവരും അന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. ഈ ഗെറ്റ് മൈ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞങ്ങൾ അതുവഴിയാണ് ഈ ഹോട്ട് എയർ ബലൂൺ ആക്ച്വലി ബുക്ക് ചെയ്തത് Booking.com വഴി തന്നെയാണ്. പക്ഷേ ഗെറ്റ് മൈ ഗൈഡിലും ഉണ്ടായിരുന്നു. ഞാൻ പ്രൈസ് കമ്പയർ ചെയ്തിട്ടാണ് പിന്നെ Booking.com ചെയ്തത്. പിന്നെ ഞങ്ങൾ കപ്പഡോക്യയിൽ ഒരു ദിവസം റെഡ് ടൂർ എടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കാറ് റെൻറ്റിന് എടുക്കുക, കപ്പഡോക്യയിൽ എന്നിട്ട് ഡ്രൈവ് ചെയ്യാമെന്നായിരുന്നു. കപ്പഡോക്യയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നത്. പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 1 ഡേ ഉള്ളൂ കിട്ടുന്നത്. ആ ഒരു 1 ഡേ കൊണ്ട് നമ്മൾ കാർ റെൻറ്റിന് എടുത്തിട്ട് പോകാനൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് എത്തുമ്പോഴും നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുന്നേ പരിചയമില്ലല്ലോ. അപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റെഡ് ടൂർ ആൻഡ് ഗ്രീൻ ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് ഏതാ വേണ്ടിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ടൂറും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ എടുക്കാമായിരുന്നു. അത് കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ട് എയർ ബലൂൺ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ടൂറ് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് ബുക്ക് ചെയ്തത്. കപ്പഡോക്യയിൽ ആക്ച്വലി ഞങ്ങളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഞങ്ങളവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ഒന്ന് പിക്ക് ചെയ്തതും ഹോട്ടലിൽ നിന്നാണ്. പിന്നെ ഹോട്ട് എയർ ബലൂണിനും അവർ ഹോട്ടലിൽ നിന്ന് വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. തിരിച്ച് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ റെഡ് ടൂർ ബുക്ക് ചെയ്തിട്ട് നിൽക്കിയിരുന്നു. അവരും ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് വന്ന് നമുക്ക് ഈ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിന്ന് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കെ ഹോട്ടലിൽ. സോ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ കറക്റ്റ് ആ ടൈമിൽ തന്നെ അവർ വന്നു. അവർ ഞങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി എല്ലായിടും കൊണ്ട് കാണിച്ച് തന്ന് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. സോ അതുകൊണ്ടാണ് ഞങ്ങളന്ന് കാർ റെൻറ്റിങ് ഓപ്ഷൻ അങ്ങോട്ട് മാറ്റി വെച്ചത്. എനിക്ക് കുറച്ച് കൊളീഗ്സ് ഉണ്ട് ഇവിടെ UK ലൈക്ക് ടർക്കിയിൽ നിന്ന്. അപ്പോൾ അവർ ത്രൂ ആണ് ഞാൻ കാർ റെൻറ്റിങ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാർ റെൻറ്റിങ് ഓപ്ഷൻസ് ഇവിടെ നമ്മളെ Booking.com ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് അങ്ങനെ ഡ്രൈവ് ചെയ്യാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാർ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ഡയറക്റ്റ്ലി പോകാം. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ നിങ്ങളെ ഡേയ്സിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ വിട്ടുപോയിരിക്കുന്നത് ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ലൈക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ ആണല്ലോ നമുക്ക് പറയാൻ പറ്റുക. ഇങ്ങനെ ചെയ്യണം, അപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് നമുക്ക് എന്തായാലും പറയാമല്ലോ. അത് അബദ്ധമാണെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തത്, എങ്ങനെയാണ് ലൈക്ക് സിം എങ്ങനെയാണ് എടുത്തത്, അങ്ങനത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ. പിന്നെ അവിടെ ചെന്നാൽ ഇസ്താംബുളിൽ ട്രാവൽ ചെയ്യാൻ ഇസ്താംബുൾ കാർഡാണ് യൂസ് ചെയ്യുക. അതെങ്ങനെ എടുത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞൊരു വീഡിയോ കൂടി ഐറ്റിനറി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുണ്ട്. ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു സന്തോഷത്തിൽ അല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.